ഇപ്പൊ അങ്ങനെ നാട്ടുകാരുടെ കൊള്ളപ്പലിശ വാങ്ങി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സമരക്കാർ ഈ സ്ഥാപനത്തിന്റെ ജോലിക്കാർക്കെതിരെ പെരുമാറുന്നത്. അതിന്റെ പേരിലൊന്നും അല്ലല്ലോ അവർ ഈ സമരം നടത്തുന്നത്. സമരം നടത്തുന്ന മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ആളുകളെ, ജീവനക്കാരെ ഭീഷണിപ്പെടുത്താനൊക്കെ എന്തും പറയുന്ന നിലയിലേക്ക് ആളുകൾ പോയിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ പത്തനാപുരത്തെ ഒരു സ്ഥാപനം അടപ്പിച്ച ശേഷം അവിടുത്തെ ജീവനക്കാരോട് സമരക്കാർ വാഗ്വാദം നടത്തുന്നതാണ് ഈ കാണുന്നത്. ഇങ്ങനെ കാണിച്ചാൽ നട്ടെല്ല് ചവിട്ടി ഒടിക്കുമൊക്കെയാണ് ഭീഷണി. സ്ത്രീകളടക്കമുള്ളവർക്കെതിരെയാണ് ഇമാതിരി മര്യാദകേടിന്റെ അങ്ങേയറ്റം. എന്ത് പറഞ്ഞാണ് ഈ സമര രീതിയെ ന്യായീകരിക്കാൻ കഴിയുക എന്നറിയില്ല. സമരം ചെയ്യാനൊക്കെ ഉള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പലതും ജെനുവിനാണ്. പക്ഷേ അത് ജനങ്ങളോട് അത് കൃത്യമായ ആ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പിന്തുണ, അല്ലെങ്കിൽ ജീവനക്കാരിൽ നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പിന്തുണ ആർജിക്കാൻ ശ്രമിക്കാതെ അവരെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സമരത്തിന് നമ്മളെതിരായി നിന്നാൽ നമ്മളെ ട്രാൻസ്ഫർ അടിച്ചേക്കുമോ അല്ലെങ്കിൽ മറ്റ് പ്രതികാര നടപടികൾ ഉണ്ടാകുമോ എന്ന ഭയത്താൽ സമരത്തോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണിന്ന് പലരും പ്രകടിപ്പിക്കുന്നത്. ഞാൻ എന്തായാലും ഈ സമരത്തിൻ്റെ വാർത്തകൾ പങ്കുവയ്ക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടി ഒന്ന് പങ്കുവയ്ക്കാം. കണ്ണനിലേക്ക് വരും മുമ്പ് ഫേവർ ഫ്രാൻസിസ് എന്ന വളരെ ശ്രദ്ധേയനായ ഒരാളാണ്. അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. പണി 2ാം ഭാഗം. പണിയെടുക്കുന്നവൻ്റെ പണി മുടക്കുന്നവനല്ല, പണിയില്ലാത്തവന് പണി കൊടുക്കുന്നവനാണ് യഥാർത്ഥ പണിക്കാരൻ. ഇത് പറഞ്ഞാൽ പണി കിട്ടുമെന്ന് പേടിച്ച് പണിക്ക് പോകാതെ വീട്ടിലിരിക്കുന്നവരാണ് നാടിന് പണി തരുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ്. അതിൽ കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സമരത്തോട് പിന്തുണ പ്രഖ്യാപിക്കുന്നവരിൽ ഏറിയ പങ്കും നമ്മളെങ്ങാനും ജോലിക്ക് പോയി പിന്നെ ഇവരുടെ ചീത്തവിളി കേൾക്കണ്ടേ, വണ്ടിക്കിട്ട് കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജില്ല് പൊട്ടിയാൽ രൂപ 5000 പോകും. ഇതൊക്കെ പേടിച്ച് സത്യം കാരണം വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ സംസ്ഥാന വ്യാപകമായി നടക്കുമ്പോൾ കൊല്ലത്തെ ഓരോ സംഭവങ്ങൾ എടുത്ത് നോക്കുമ്പോഴും ഭീഷണിയാണ് ഓരോരുത്തർക്ക് നേരെയും മുഴക്കുന്നത്. ഇപ്പോൾ അവർ യൂണിയൻ ബാങ്ക് തുറക്കാനായി അവിടെ എത്തും എന്ന സമയത്ത് അവർക്ക് നേരെ നട്ടെല്ല് ചവിട്ടി ഒടിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് ആ ബാങ്കിലെ ജീവനക്കാർക്ക് നേരെയായി ആക്രോശം. അല്ല, ഒരു കാര്യം രാവിലെ കണ്ണൻ ലൈവിൽ വരുമ്പോൾ പറഞ്ഞത് അവിടുത്തെ നേതാവിനോട് പ്രതികരണം ചെയ്തപ്പോൾ ഒറ്റപ്പെട്ട സംഭവം എന്നാണ്. അപ്പൊ തന്നെ കണ്ണൻ പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവം 4-5 എണ്ണം ആയെന്ന്. ഇതിപ്പോ അതിൽ കൂടുതലായി. ഇതിപ്പം നമ്മുടെ അറിവിൽ 8 എണ്ണമായിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ. നേരത്തെ ഇന്ന് രാവിലെ CPMന്റെ CITU ജില്ലാ സെക്രട്ടറി, CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള SJ മോഹനോട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ സാധാരണമല്ല, ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, നിങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിമോശമായ രീതിയിൽ ഒരു വ്യക്തിയോട് പോലും സംസാരിക്കാത്ത രീതിയിലാണ് അത്തരത്തിലുള്ള വാക്കുകൾ. ഇവരൊക്കെ പൊതുപ്രവർത്തകരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാര്യം പത്തനാപുരത്ത് ഔഷധി എന്ന് പറയുന്ന സ്ഥാപനം മരുന്ന്, പാല്, പത്രം ഒന്നിനെയും ഒരു മുടക്കം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ വ്യക്തികളാണ് അവിടെ എത്തിയ ഒരു ജീവനക്കാരനെ കൈയേറ്റം ചെയ്യുന്നു. അവിടെ ഒരു വനിതാ ജീവനക്കാരി ഉണ്ട്, അവരോട് പറയുന്നു നിങ്ങൾ പുറത്തേക്ക് കാണിച്ചു തരാമെന്നുള്ള ഭീഷണി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആയൂരിൽ ഒരു വ്യക്തി, അവിടെ പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനാണ്. ആ മനുഷ്യൻ അവരുടെ ഭീഷണി മൂലം, ഈ സമരക്കാരുടെ ഭീഷണി മൂലം പോസ്റ്റ് ഓഫീസ് അടച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വീട്ടിൽ പോയാൽ മതി എന്ന് തീരുമാനിച്ച് ഒരു സുഹൃത്തിൻ്റെ ബൈക്കിൽ കയറിപ്പോയ സമയത്ത് അയാളുടെ മുഴുകത്ത് വന്ന് അടിക്കുകയാണ്. ആ പോലീസുകാർ നോക്കി നിൽക്കുകയാണ് അതിലുള്ള ഒരു സംഭവം ഉണ്ടായത്. പോലീസുകാർ ഒരു ഭാഗം ആൾക്കാരെ പിടിച്ചു മാറ്റിയപ്പോൾ മറുഭാഗത്തു നിന്ന് വരുന്ന അടുത്ത ആക്രമണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ചവറ ചവറയിലാണ്. ചവറ പഞ്ചായത്ത് ഓഫീസിലെ സീനിയർ ക്ലർക്കായിട്ടുള്ള അനിൽകുമാറിനാണ് മർദ്ദനമേറ്റത്. അദ്ദേഹം അടക്കം 12 ജോലിക്കാരാണ്, താൽക്കാലിക ജീവനക്കാരടക്കം 12 ജോലിക്കാരാണ് ഇന്ന് അവിടേക്ക് എത്തിയത്. ആദ്യം ഈ CITU അനുകൂല, ഇടതനുകൂല സംഘടനാ നേതാക്കന്മാർ അവിടേക്ക് എത്തുകയും അവിടെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല, ജോലി അവസാനിപ്പിച്ച് പുറത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ തങ്ങൾ ജോലി ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായിരുന്ന കസേര എടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കൈയുടെ ഒരു ഭാഗത്ത് മൊത്തം അടിച്ച് നശിപ്പിച്ചു. കസേര തല്ലി പൊട്ടിച്ചു. ഒപ്പം തന്നെ ആ ഓഫീസിലെ കീബോർഡ് അടക്കം നശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പൊതുസ്ഥാപനത്തിൽ കയറി ആക്രമണം നടത്തുകയാണ്. അവർക്കെതിരെയൊക്കെ തന്നെ അങ്ങനെയുള്ള വകുപ്പുകൾ ഇടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് അതൊക്കെ കണ്ടറിയേണ്ടി വരും. കാരണം അത് തന്നെയാണ് ഇപ്പോൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് 10,000 രൂപയുടെ നാശനഷ്ടങ്ങളാണ് തുറന്നു കഴിഞ്ഞാൽ സംഭവിക്കുക. അപ്പോൾ പിന്നെ ഒരു ദിവസത്തെ വരുമാനത്തേക്കാൾ വലിയ നഷ്ടം ഉണ്ടാകും എന്ന് കരുതിയാണ് പല കടകളും സ്ഥാപനങ്ങളും ഒക്കെ അടച്ചിടുന്നത്. പൂർണ്ണമായും
ഇതിനോട് യോജിച്ചുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല ഇതിൽ സത്യത്തിൽ. എന്തായാലും ഇതൊക്കെയാണ് പറയുന്നത്, നട്ടലൊടിച്ച് കളയും എന്നൊക്കെ, ഒരു മനുഷ്യൻ്റെ നട്ടലൊടിച്ച് കളയും എന്നൊക്കെയാണ് സമരക്കാർ പറയുന്നത്. എന്താവശ്യത്തിൻ്റെ പേരിലാണ് സമരം നടത്തുന്നത് എങ്കിലും ഇങ്ങനെയൊക്കെയാണോ മറ്റുള്ളവരോട് പെരുമാറേണ്ടതെന്നുണ്ട്. ഇനി പിന്നെയൊക്കെ പറയും ഇത് വൈകാരികമാണ്, സമരം വൈകാരികമാണ്, അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ഇതിൻ്റെ ന്യായീകരണങ്ങളായി നമ്മൾ എന്നും കേൾക്കാറ്.